നമ്മുടെ വാക്കുകൊണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിൽ സൗകര്യങ്ങളുണ്ട് എന്നും ഇസ്ലാം മതം ഒരു വർഗീയവാദത്തിൻ്റെയോ വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ മതമല്ല എന്നും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കലും ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന നിലക്കാണ് ഞാൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. മാഷാ അല്ലാ. അപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ ആ ഒരു സ്പീച്ച് നിങ്ങളെല്ലാവരും കേട്ട് അല്ലേ? അപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി കാന്തപുരം ഉസ്താദ് ഇടപെട്ടതിൻ്റെ മെയിൻ ഉദ്ദേശമാണ് ഉസ്താദ് പറഞ്ഞത്. അത് വേറൊന്നുമല്ല, പല ആൾക്കും പല സംഘടന ഉണ്ടാവും. അപ്പോൾ വിമർശനങ്ങളും ഒരു ഭാഗത്ത് വേറെ ഉണ്ട്. വിമർശനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ശരിക്കും കേട്ടിട്ടുണ്ടോ? അതായത് ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ അത് വർഗീയവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പാടില്ല, മതം നോക്കി നന്മ, അങ്ങനെയല്ല. ഞാൻ ഇടപെട്ടത് ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത്, വർഗീയം നോക്കാതെ ആൾക്കാരെ സഹായിക്കണം, അതുപോലെ തന്നെ ഒരാൾക്ക് തൗബ ചെയ്യാനും ഒരു പൊരുത്തപ്പെട്ട് കൊടുക്കാനും ഇസ്ലാമിൽ ഓപ്ഷൻ ഉണ്ട്. ഒരാൾ കൊല ചെയ്താൽ പോലും നിങ്ങൾ മാപ്പ് കൊടുക്കുന്നെങ്കിൽ അത് ഏറ്റവും നല്ലത് എന്ന് റബ്ബ് പറയുമ്പോൾ അള്ളാഹു അത്രയും കാരുണ്യവാനാണ്, അതെല്ലാം പുറത്തു തരുന്നില്ല. അപ്പോൾ നിങ്ങൾ പുറത്തു കൊടുക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു ഇടപെടൽ അവിടെ യമനിൽ നടന്നത്. പിന്നെ വിഷയത്തിലേക്ക് വരിക. അപ്പോൾ ഇതിന് ഞാൻ ഒരുപാട് കമൻറ്റ് വായിച്ചു. ഉസ്താദിൻ്റെ പല ആൾക്കാരും പല സംഘടനയിൽപ്പെട്ട വിമർശകരുണ്ടാവുമല്ലോ. അപ്പോൾ കൂടുതൽ കമൻറ്റ്, അതായത് സക്കറിയ എന്ന് പറയുന്ന ഒരു സഹോദരന് ബാംഗ്ലൂർ ജയിലിൽ ഇപ്പോഴും കഴിയുന്നുണ്ട്. 2009 അദ്ദേഹത്തിന് ഈ ബാംഗ്ലൂർ സ്ഫോടനത്തിൽ വെറുതെ വിചാരണ തടവുകാരനായിട്ട് ഇപ്പോഴും 15 വർഷമായിട്ട് ജയിലിലുണ്ട്. അദ്ദേഹത്തിന് ഇതുവരെ ഒരു പ്രൂഫ് കിട്ടിയിട്ടില്ല. അദ്ദേഹം അബ്ദുൽ നാസർ മദനിയെ പോലെ തന്നെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടാത്ത ഉസ്താദ് അവിടെ കഷ്ണമാക്കിയിട്ട് ടാങ്കറിൽ കളഞ്ഞ ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു കൊലപാതകത്തിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇടപെടുന്ന എന്തിനാണ്? ആ സക്കരിയാൻ്റെ വിഷയത്തിൽ ഇടപെടാത്ത എന്താണ്? ഇങ്ങനെ വിമർശനം ഒരുപാടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സക്കരിയ എന്ന് പറയുന്ന മനുഷ്യന് അവിടെ ജയിലിൽ പോയിട്ടിരുന്നത് സംഘികളാണ്, വർഗീയവാദികളാണ്. അതുപോലെ യമനിൽ അവിടെ സൂഫിസമാണ്, അതായത് പണ്ഡിതന്മാരാണ്. അപ്പോൾ കാന്തപുരം ഉസ്താദ് ഇടപെട്ടാൽ അത് ഇസ്ലാമിൻ്റെ റൂൾസ് അവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ദീനിപരമായിട്ട് അതെ ഒരു പണ്ഡിതൻ പറയുന്നതാണ്, അതെ ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, മാപ്പ് കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട് എന്നെല്ലാം പറയുമ്പോൾ അവർക്കത് മനസ്സിലാകും. അതുകൂടാതെ മരിച്ച ആ മനുഷ്യൻ്റെ കുടുംബം ഒരു സൂഫി കുടുംബമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞാൽ അത് ഏറ്റെടുക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഉസ്താദ് ഇടപെട്ടത്. അതുപോലെയല്ലല്ലോ ഈ സക്കരിയാൻ്റെ വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടാൽ തന്നെ അവർ ചെവിക്കൊള്ളില്ല. സംഘികൾ എത്ര പണ്ഡിതന്മാർക്കൊന്നും നിങ്ങൾക്കറിയാം. അബ്ദുൽ നാസർ മദീൻ്റെ വിഷയം അറിയാം. അപ്പോൾ സക്കരിയ അല്ലെങ്കിൽ അബ്ദുൽ നാസർ മദീൻ അങ്ങനെ വിചാരണ തടവായിട്ട് ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ ഇപ്പോഴുണ്ടെങ്കിൽ അത് റബ്ബിൻ്റെ പരീക്ഷണമായിരിക്കാം. അവർക്ക് ഈ ദുനിയാവിൽ അള്ളാഹു അങ്ങനെ ഒരു പരീക്ഷണം കൊടുത്ത് നാളെ സ്വർഗ്ഗത്തിൽ അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കും. നമുക്കറിയില്ല, ഹൈർ അറിയുന്ന റബ്ബാണ്. നമ്മളെ രീതിയിൽ നമ്മളതിനെ എന്താക്കണം, ശ്രമിക്കണം. അവർക്ക് ജാമ്യം കിട്ടാൻ നമ്മളെ രീതിയിൽ നമ്മൾ ശ്രമിക്കണ്ട എന്നല്ല, ശ്രമിച്ച് അവർക്ക് അഥവാ ജാമ്യം കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും റബ്ബിൻ്റെ ഹൈർ ഉണ്ടാവും. ഒരു മുസ്ലിം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവെന്ന് പറയുന്നത് എന്താണ്, സെൻട്രൽ ജയിൽ പോലെയാണ് എന്ന് കരുതി അത് അവരെ ജയിലിൽ ഇരിക്കണമെന്നല്ല. നമ്മൾ അവരെ വിഷയത്തിൽ നമ്മൾ ഇടപെടണം. സക്കരിയ എന്ന അല്ലെങ്കിൽ ഒരുപാട് വിചാരണ തടവുകാർ ഇപ്പോഴുണ്ട്. അവരെ കാര്യത്തിൽ നമ്മളും പണ്ഡിതന്മാർ ഇടപെട്ടാൽ അല്ലെങ്കിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇടപെട്ട് അവർക്ക് മോചനം കിട്ടുന്നെങ്കിൽ തീർച്ചയായും കാന്തപുരം ഉസ്താദ് ഇടപെടാൻ റെഡിയാവും. ഉസ്താദിനോട് പറഞ്ഞാൽ അത് അങ്ങനെ സംഖ്യകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് ഇടപെടും. അത് മനുഷ്യൻ്റെ വിഷയത്തിൽ ഏതായാലും അത് ഇസ്ലാമിൻ്റെ തത്വമാണ്. അപ്പോൾ കാന്തപുരം ഉസ്താദ് ഇപ്പോൾ ഈ ഒരു വിഷയം ചെയ്തതിൽ നമ്മൾ മതം അല്ലെങ്കിൽ സംഘടന എന്ന മതിൽ നമ്മളെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് ഇതിന് നമ്മൾ സല്യൂട്ട് ചെയ്യണം. കാരണം ഇത് ലോക മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഓൾറെഡി. ഒരു സൂഫി ഇടപെട്ടിട്ട് ഒരു കൊലപാതകം എന്ന് പറയുമ്പോൾ അത് നമ്മൾ സംഘടന ഈ വിഷയത്തിൽ നിന്ന് അതൊരു ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യമാണ്. ആ കമൻറ്റ് ഒരുപാട് ഞാൻ ഇന്ന് രാവിലെ മുതൽ കമൻറ്റാണ് വായിച്ചത്. എല്ലാവരും ഈ അമുസ്ലിങ്ങളാണ് കൂടുതൽ, ക്രിസ്ത്യാനികളും അമുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും ഉസ്താദിനെ അനുകൂലിച്ച് കമൻ്റ് ഇടുന്നു. ഒരു വർഗീയവാദിയും അതിൽ നെഗറ്റീവ് കമൻറ്റ് വന്നില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഇസ്ലാം അതാണ്. ഈ മദ്രസ പൊട്ടന്മാരെന്ന് കളിയാക്കിയ ഒരു കമൻറ്റ് ഇപ്പോൾ കാണുന്നില്ല. ആ മദ്രസ പൊട്ടന്മാർ അല്ലെങ്കിൽ നമ്മൾ ജിഹാദികൾ അല്ലെങ്കിൽ നമ്മൾ സിരിയക്ക് പോകുന്നത് അങ്ങനത്തെ ഒരു കമൻറ്റും കാണുന്നില്ല. കാരണം എന്താ, അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് ഇസ്ലാം നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന. ഉസ്താദ് പോലുള്ള സുന്നി പണ്ഡിതന്മാരുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് പഠിപ്പിച്ചത് ചെറുപ്പകാലത്ത് എന്തൊക്കെയാണ്. നിൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ള പറയുമ്പോൾ അയൽവാസി നീ ഒരു അമുസ്ലിമോ ക്രിസ്ത്യൻ ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ല. ഏതൊരു മനുഷ്യനായാലും ഹിന്ദു ഇന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞതാണ്, ജാതിയോ മതമോ എന്നല്ല, ഞാൻ മനുഷ്യനുമായിട്ട് ഇനിയും ഇടപെടും പൊതുവിഷയങ്ങളിൽ. പക്ഷേ മതത്തിൻ്റെ വിഷയത്തിൽ മതസൗഹാർദ്ദം എന്നും ഇല്ല.
അതായത് മതാചാരത്തിൽ സൗഹാർദ്ദമില്ല, നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ പാടില്ല, അവർ നമ്മളെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നത്. അപ്പോൾ ആചാരം അത് ലക്കും തീനിക്കും വലിയതിന് അവരാചാരത്തിൽ നമ്മൾ പങ്കുചേരാൻ പാടില്ല. മറ്റെല്ലാ വിഷയത്തിലും അവരെ സഹായിക്കുന്ന വിഷയത്തിലും എന്ത് വിഷയത്തിലും നമ്മൾ ഇടപെട്ടിരിക്കണം. അയാളെ സഹായിക്കുമ്പോൾ അതിന് കൂടുതൽ ഇസ്ലാമിന് സ്വന്തം അറിയും അല്ലേ. ഒരു വിശന്ന വലഞ്ഞ പട്ടിക്ക് വെള്ളം കൊടുത്ത കാരണത്തിൽ സ്വർഗം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ, ഏത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനാവട്ടെ ആരും ആവട്ടെ, അവനൊരു മനുഷ്യനാണ്. മനുഷ്യനെ സഹായിച്ചാൽ ആ ഒരു വിഷയത്തിൽ ആ ഒരു കാരണത്തിൽ അള്ളാഹു നമുക്ക് സ്വർഗം തരില്ലേ? ആ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നമ്മളോട് കരുണ കാണിക്കുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോൾ ആ കരുണ നമ്മൾ മനുഷ്യജീവികളോട് നമ്മൾ കരുണ കാണിക്കുക. അത് ഹിന്ദുവോ മുസ്ലിമോ ബ്ലഡ് നോക്കിയിട്ടല്ല. ഏതൊരു മനുഷ്യനും വിഷമം നേരിടുന്നെങ്കിൽ അവനെ സഹായിക്കാനാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദീനിൻ്റെ ആ ഒരു സൗന്ദര്യം ആര് പറഞ്ഞു കൊടുത്താലും ആരിടപെട്ടാലും നമ്മളതിനെ സല്യൂട്ട് ചെയ്യണം. പ്രത്യേകിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ ഉമ്മത്ത് ഈ വിഷയത്തിൽ ഒരുമിക്കണം. ഇതിൽ വിമർശിക്കാൻ പാടില്ല ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ്.